ഇലക്ഷൻ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്ത്. ഇടുക്കി മൂന്നാർ ഉപതെരഞ്ഞെടുപ്പിൽ 11ാം വാർഡായ മൂലക്കടയിൽ കോൺഗ്രസ് വിജയിച്ചു 35 വോട്ടിന്. എറണാകുളം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൽപ്പക നഗർ വാർഡിൽ LDFന് ജയം. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം ഇട്ടപുരം വാർഡിൽ UDF വിജയിച്ചു. തിരുവനന്തപുരത്ത് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് വാർഡിൽ LDF വിജയിച്ചപ്പോൾ പൂവച്ചൽ വാർഡിൽ NDA വിജയിച്ചു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അമൽ ചേരുന്നുണ്ട്. അമൽ, കണ്ണൂരിൽ രാമന്തളിയിൽ UDFനാണ് വിജയമെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഇലക്ഷൻ ഫലം എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? വിദ്യ, കണ്ണൂരിൽ 4 തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. മാടായി പഞ്ചായത്തിലെ മുട്ടം, ഇട്ടപ്പുറം, രാമന്തളി പഞ്ചായത്ത് പാലക്കോട് സെൻട്രൽ, മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് മമ്മാക്കുന്ന് വാർഡ്, മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡ് എന്നിങ്ങനെ 4 വാർഡുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ UDF 2ഇടത്തും LDF NDAയും ഓരോ ഇടങ്ങളിലുമായി വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാടായി മുട്ടം വാർഡിൽ UDF നിലനിർത്തിയിട്ടുണ്ട്. മുഹസീന CH UDF സ്ഥാനാർത്ഥി 649 വോട്ടുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. 444 വോട്ടിന്റെ വിജയമാണ് മുഹസീന CH മാടായി മുട്ടം വാർഡിൽ നേടിയിട്ടുള്ളത്. അതേസമയം തന്നെ രാമന്തള്ളി വാർഡും UDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. UDFന്റെ മുഹമ്മദ് MB 743 വോട്ടുകൾ നേടി. LDFന്റെ ഷാജി നിബി 279 വോട്ടുകളായിരുന്നു നേടിയത്. ഇവിടെ 464 വോട്ടിനായിരുന്നു UDF വിജയം നേടിയത്. ഒപ്പം മുഴപ്പിലങ്ങാട് LDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. LDFന്റെ AC നസിയത്ത് BB 427 വോട്ടുകൾ നേടിയപ്പോൾ UDFന്റെ ഷമീബ PP 415 വോട്ടുകളാണ് നേടിയത്. 12 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. അതേസമയം മട്ടന്നൂർ ടൗൺ വാർഡ് NDA വിജയിക്കുകയുണ്ടായി. NDAയുടെ A മധുസൂദനൻ 72 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് മട്ടന്നൂർ നഗരസഭയിൽ NDA വിജയം നേടുന്നത്. ഇത്തരത്തിൽ കണ്ണൂരിൽ 2ഇടത്ത് UDF വിജയം നേടിയപ്പോൾ ഒരിടത്ത് LDFും മറ്റൊരിടത്ത് NDAയുമാണ് വിജയം നേടിയത്. ഒപ്പം മാടായി പഞ്ചായത്തിൽ 61.31% പോളിംഗ് നിരക്ക് ഉണ്ടായത്. രാമന്തളിയിൽ 73.11%, മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ മമ്മാക്കുന്ന് വാർഡിൽ 80.6%, മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡിൽ 80.76% പോളിംഗ് നിരക്ക് ഉണ്ടായത്. വിദ്യ, അമൽ, മട്ടന്നൂർ നഗരസഭയിൽ BJPയുടെ ആദ്യ വിജയമാണ്. അതുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരുടെയും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തുടങ്ങിയോ? വിദ്യ, ഓരോ വാർഡിലും വിജയിച്ചവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മട്ടന്നൂർ ടൗൺ വാർഡിൽ NDAയുടെ ഒരു ചരിത്ര വിജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം NDAയുടെ ഒരു ചരിത്ര വിജയം എന്ന് കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. NDAക്ക് വേണ്ടി A മധുസൂദനൻ 72 വോട്ടിനായിരുന്നു ഇവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മട്ടന്നൂർ നഗരസഭ എടുത്തു നോക്കുകയാണെങ്കിൽ NDA ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിജയം മട്ടന്നൂർ നഗരസഭ പരിധിയിൽ നേടുന്നത്. അതിനാൽ തന്നെ ഒരു വിജയത്തിൽ വലിയൊരു സന്തോഷം തന്നെയാണ് NDA പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വിജയത്തിലേക്ക് എത്തിയ നിമിഷം തന്നെ NDA പ്രവർത്തകർ ഇത്തരത്തിൽ ആഘോഷ പ്രകടനവുമായി റോഡിലിറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മധുരം നൽകിയും ഒപ്പം തന്നെ പടക്കങ്ങൾ പൊട്ടിച്ചും അവരുടെ ആഘോഷങ്ങൾ അവർ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം തന്നെ മാടായും രാമന്തളി, മുഴപ്പിലങ്ങാട് ഇങ്ങനെ എല്ലാ വാർഡുകളിലും വിജയികൾ അവരുടെ ആ ഒരു വിജയിച്ച നേതാവിനെയും കൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 4 ഇടങ്ങളിലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ തന്നെയാണ്. തിരികെ എത്താം. ഇപ്പോൾ കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് LDFന് ഉജ്ജ്വല വിജയമാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ?